സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ വലിയ നോമ്പിലെ 5-ാമത്തെ ആഴ്ചയുടെ ചിന്താവിഷയമാകുന്നു കൂനിയായ സ്ത്രീയുടെ രോഗസൗഖ്യം. നിവർന്നു നിൽക്കാൻ കേൾപ്പില്ലാതെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച് ലോകത്താൽ അവഗണിക്കപ്പെട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട പോയ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഈ സ്ത്രീ. ദേവാലയത്തിലെ ശുശ്രൂഷ സമയത്താണ് ഈ കൂനിയായ സ്ത്രീയുടെ സാന്നിധ്യം നമ്മുടെ മഹാവൈദ്യനായ ക്രിസ്തു തമ്പുരാൻ തിരിച്ചറിയുന്നത്. 18 വർഷത്തെ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന ഈ സ്ത്രീ ക്രിസ്തുവിനോട് ഒന്നും തന്നെ ആവശ്യപ്പെടുന്നത് പോലുമില്ല. യേശു തമ്പുരാൻ അവളെ അടുക്കൽ വിളിച്ചിട്ട് അതീവ ഹൃദ്യമായി സംസാരിച്ചുകൊണ്ട് അവളെ അനുഗ്രഹിക്കുകയാണ്. ഒരു രോഗിയുമായി സംസാരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലും പരിസരങ്ങളിലും ആൾക്കൂട്ടമോ ആരവങ്ങളും ഒന്നുമില്ല. 2 പേര് ഈ ശ്രദ്ധയും ഓരോ രോഗിയും അർഹിക്കുന്നുണ്ട്. രോഗി ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്തു നൽകും. ക്രൈസ്റ്റ് ഗിവ്സ് മോർ ദാൻ വാട്ട് വി നീഡ് ഇൻ അവർ ലൈഫ്. രോഗിക്ക് കാത്തിരിക്കാൻ ആവില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ സൗഖ്യത്തിൻ്റെ ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യേശു തമ്പുരാൻ മറ്റൊന്ന് ആഗ്രഹിച്ചു. അധിവസിപ്പിക്കാനുള്ളതായ ശ്രമങ്ങൾ യേശു തമ്പുരാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീയുടെ സോഷ്യൽ, റിലീജിയസ്, പേഴ്സണൽ സർക്കിൾസിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നവർ ഒക്കെയും അറിഞ്ഞോ അറിയാതെയോ ഈ സ്ത്രീയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവാം, അകറ്റിയിട്ടുണ്ടാവാം. ഒരു ആൾക്ക് നഷ്ടമായതെല്ലാം തിരികെ കൊടുക്കണം. തിരികെ കൊടുക്കുന്ന ആളുടെ പേരാണ് ക്രിസ്തു. ഒപ്പം ഓരോ ശമനത്തിന് ശേഷം കുറേ കൂടി ആരോഗ്യകരമായ ഒരു പരിസരം രൂപപ്പെടുത്താനും യേശു തമ്പുരാൻ നിർബന്ധിക്കുന്നുണ്ട്. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ തുടർന്നും സൗഖ്യത്തിൻ്റെ വഴികളിലേക്ക് നമ്മളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.